Hi students, welcome back. Today we are going to discuss some important topics from surface chemistry. Okay, in this unit you will be studying some important features of surface chemistry such as adsorption, catalysis and colloids. Okay, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് പഠിക്കാം. ഓക്കെ, വാട്ട് ഈസ് adsorption? Is the accumulation of molecular species at the surface rather than in the bulk of a solid or liquid is termed adsorption. കണ്ടോ, അപ്പോൾ മോളിക്കുലാർ സ്പീഷ്യസ് സർഫസിൽ മാത്രം അക്യുമുലേറ്റ് ചെയ്യുക, റാദർ ദാൻ ഇൻ ബൾക്ക് ഓഫ് എ സോളിഡ് ഓർ ലിക്വിഡ്. സോളിഡിൻ്റെ അല്ലെ ലിക്വിഡിൻ്റെ ബൾക്കിലേക്ക് പോകാതെ, ബൾക്കിലല്ലാതെ അതിൻ്റെ സർഫസിൽ മാത്രം അക്യുമുലേറ്റ് ചെയ്യുന്നത്. Adsorption means that is a surface phenomenon. Adsorption means that is a surface phenomenon. Okay, with the accumulation of molecular species at the surface rather than in the bulk of a solid or liquid is termed adsorption. The molecular species substances which concentrate or accumulate at the surface is termed adsorbate. അപ്പോൾ സർഫസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മോളിക്കുലാർ സ്പീഷ്യസിന് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനാണ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ മെറ്റീരിയൽ ഓൺ ദ സർഫസ് ഓഫ് വിച്ച് ദി അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അഡ്സോർബൻ്റ്. ഏത് സർഫസിലാണോ അഡ്സോർബേറ്റ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്സോർബേറ്റിൻ്റെ അഡ്സോർപ്ഷൻ നടക്കുന്ന സർഫസ് ഏതാണോ ആ സർഫസിനാണ് നമ്മൾ അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്സോർപ്ഷൻ, അഡ്സോർബേറ്റ്, അഡ്സോർബൻ്റ്. അഡ്സോർപ്ഷൻ എസെൻഷ്യലി എ സർഫസ് ഫിനോമിൻ. സോളിഡ്സ് പർട്ടിക്കുലർലി ഫൈനലി ഡിവൈഡഡ് സ്റ്റേറ്റ് ഹാവ് ലാർജ് സർഫസ് ഏരിയ. നമ്മൾ ഫൈനലി ഡിവൈഡഡ് സ്റ്റേറ്റ് ആണ്, ആ ഡിവൈഡഡ് സ്റ്റേറ്റിലാണ് സർഫസ് ഏരിയ കൂടുതൽ. ആൻഡ് ദെർഫോർ ചാർക്കോൾ, സിലിക്ക ജെൽ, അലുമിന ജെൽ, ക്ലേ, കൊളോയിഡ്സ്, മെറ്റൽസ് ഇൻ ഫൈനലി ഡിവൈഡഡ് സ്റ്റേറ്റ് എക്സെട്ര ആക്ട് ആസ് എ ഗുഡ് അഡ്സോർബൻ്റ്. അപ്പോൾ നമ്മുടെ അലുമിന ജെല്ല്, ചാർക്കോള്, അതുപോലെ തന്നെ സിലിക്ക ജെല്ല്, ക്ലേ, കൊളോയിഡ്സ്, മെറ്റൽസ് ഇൻ ഫൈനലി ഡിവൈഡഡ് സ്റ്റേറ്റ്. ഡിവൈഡഡ് സ്റ്റേറ്റ് മീൻസ് അത് പൊടിച്ചെടുക്കുന്ന സമയത്ത്, പൊടിച്ചെടുക്കുന്ന സ്റ്റേറ്റ്, മനസ്സിലായ? അതായിരിക്കും ഗുഡ് അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാർക്കോൾ എടുത്തു, ചാർക്കോൾ നമ്മൾ നന്നായിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ആവും. സർഫസ് ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ അഡ്സോർപ്ഷൻ പ്രോസസ്സും ഇൻക്രീസ് ആവും. അപ്പോൾ അഡ്സോർപ്ഷൻ എന്താണ്, അഡ്സോർബൻ്റ് എന്താണ്, അഡ്സോർബേറ്റ് എന്താണ്, പിന്നെ അഡ്സോർപ്ഷൻ സർഫസ് ഫിനോമിനയാണ്. ഫൈനലി ഡിവൈഡഡ് സ്റ്റേറ്റിലായിരിക്കും സർഫസ് ഏരിയ ലാർജ് ആകുന്നതും അപ്പോഴായിരിക്കും അഡ്സോർപ്ഷൻ ലാർജ് ആകുന്നതും. ഓർത്തിരുന്നോണം കേട്ടോ. ഇനി അഡ്സോർപ്ഷൻ ഇൻ ആക്ഷൻ. If a gas like oxygen, hydrogen, carbon monoxide, chlorine, ammonia or sulfur dioxide is taken in a closed vessel containing powdered charcoal. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ക്ലോറിൻ, അമോണിയ അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, ഇതിലേതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ ക്ലോസ്ഡ് വെസലിൽ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പൗഡേർഡ് ചാർക്കോൾ ആഡ് ചെയ്ത് കൊടുത്താൽ it is observed that the presence of the gas in the enclosed vessel decreases. നമ്മൾ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെസലിൻ്റെ പ്രഷർ ഡിക്രീസ് ആവും. ദി ഗ്യാസ് മോളിക്യൂൾ കോൺസെൻട്രേറ്റ് ദി സർഫസ് ഓഫ് ദി ചാർക്കോൾ. ചാർക്കോളിൻ്റെ സർഫസിലേക്ക് ഗ്യാസ് മോളിക്യൂൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഗ്യാസസ് ആർ അഡ്സോർബ്ഡ് അറ്റ് ദി സർഫസ്. ഗ്യാസസ് ആർ അഡ്സോർബ്ഡ് അറ്റ് ദ സർഫസ്. സർഫസിലേക്ക് ഗ്യാസിനെ അഡ്സോർപ്ഷൻ ചെയ്യപ്പെടും. മീൻസ് ഗ്യാസ് ആർ അഡ്സോർബ്ഡ് അറ്റ് ദ സർഫസ്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രഷർ ഡിക്രീസ് ആകുന്നത്. ഇപ്പോൾ നമ്മളോട് ചോദിക്കും, ഇപ്പോൾ ഓക്സിജൻ അത് നമ്മുടെ ക്ലോസ്ഡ് വെസലിൽ എടുത്തിട്ട് അതിനകത്തേക്ക് പൗഡേർഡ് ചാർക്കോൾ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്? ഉടനെ പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസ് ആർ അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ്. ദി ഗ്യാസ് മോളിക്യൂൾസ് ആർ അഡ്സോർബ്ഡ് അറ്റ് ദ സർഫസ്. ഓക്കെ, ദി ഗ്യാസ് മോളിക്യൂൾ കോൺസെൻട്രേറ്റ് ദി സർഫസ് ഓഫ് ദി ചാർക്കോൾ. ദാറ്റ് ഈസ് മീൻസ് ദേ ആർ അഡ്സോർബ്ഡ് അറ്റ് ദ സർഫസ്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രഷർ ഡിക്രീസ് ആകുന്നത്. In a solution of organic dye, say methylene blue, when animal charcoal is added and the solution is shaken well, it is observed that the filter turn colorless. അപ്പോൾ നമ്മൾ ഓർഗാനിക് ഡൈ മെത്തിലിൻ ബ്ലൂ, അതിലേക്ക് നമ്മൾ ആനിമൽ ചാർക്കോൾ ആഡ് ചെയ്ത് കൊടുത്തു, ആ സൊല്യൂഷൻ നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്തു, അപ്പോൾ നമുക്ക് കാണാം ആ ഫിൽട്രേറ്റ് കളർലെസ് ആയിരിക്കും. കളർ അവിടെ പോയി,
കളറ്, നമ്മുടെ ഓർഗാനിക് ഡൈയുടെ കളറ് നമ്മുടെ ആനിമൽ ചാർക്കോൾ അബ്സോർബ് ചെയ്തു. The molecules of the dye thus accumulate on the surface of the charcoal that are absorbed ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി aqueous solution of raw sugar when passed over buds of animal charcoal becomes colorless as the coloring substance are absorbed by the charcoal. അതുപോലെ തന്നെ നമ്മുടെ റോ ഷുഗർ, aqueous solution of raw sugar, അത് നമ്മുടെ പാസ്ഡ് ഓവർ ബഡ്സ് ഓഫ് ആനിമൽ ചാർക്കോളിൻ്റെ ബഡിലൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും അത് കളർലെസ് ആയിട്ട് മാറും. കാരണം കളറിങ് സബ്സ്റ്റൻസിനെ നമ്മുടെ ചാർക്കോൾ അബ്സോർബ് ചെയ്യുന്നു. ദി എയർ ബിക്കം ഡ്രൈ ഇൻ ദി പ്രസൻസ് ഓഫ് സിലിക്ക ജെൽ. ദി വാട്ടർ മോളിക്യൂൾസ് ആർ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ദി സർഫസ് ഓഫ് ദി ജെൽ. നമ്മൾ സിലിക്ക ജെൽ ഉപയോഗിക്കുമ്പോൾ എയർ ഡ്രൈ ആയിട്ട് കിട്ടും. അതിനെല്ലാം കാരണം എന്താണ്? അബ്സോർഷൻ പ്രോസസ്സാണ്. ദി വാട്ടർ മോളിക്യൂൾസ് ഗെറ്റ് അബ്സോർബ്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദ ജെൽ. ഓക്കെ, അപ്പോൾ ഏത് ചോദിച്ചാലും അബ്സോർഷൻ പ്രോസസ്സാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുക. ഇനി നമുക്ക് ദി പ്രോസസ് ഓഫ് റിമൂവിങ് ആൻ അബ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ദി സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഈസ് കോൾഡ് ഡീസോർഷൻ. അപ്പോൾ അബ്സോർബ് ചെയ്യപ്പെട്ട സർഫസിൽ നിന്ന് അഡ്സോർബേറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുക, ആ പ്രോസസ്സിനാണ് ഡീസോർഷൻ എന്ന് പറയുന്നത്. ഡീസോർഷൻ, അഡ്സോർബ് ചെയ്യുക, ഡീസോർഷൻ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അഡ്സോർഷൻ ആൻഡ് അബ്സോർഷൻ? ഇൻ അഡ്സോർഷൻ the substance is concentrated at the surface and does not penetrate through the surface to the bulk of the adsorbent. അഡ്സോർഷൻ നടക്കുന്ന സർഫസ് ഫിനോമിന, അഡ്സോർഷൻ എന്ന സർഫസിൽ മാത്രമേ നടക്കൂ, അത് ബൾക്കിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകില്ല. ഓക്കെ, പക്ഷേ അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഫിനോമിനയാണത്. എൻ്റയർ ബൾക്കിൽ നടക്കുന്നതാണ് അബ്സോർഷൻ. അബ്സോർഷൻ. ഓക്കെ, ദി സബ്സ്റ്റൻസ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദി ബൾക്ക് ഓഫ് ദി സോളിഡ്. അതാണ് അബ്സോർഷൻ എന്ന് പറയുന്നത്. ദി സബ്സ്റ്റൻസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി ബൾക്ക് ഓഫ് ദി സോളിഡ്. ഇപ്പോൾ നമ്മളൊരു ചോക്ക് സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ ഇങ്കിലേക്ക് ഡിപ്പ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ആ ചോക്ക് ഒടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ സർഫസിൽ മാത്രമേ കളർ ഉണ്ടായിരിക്കുകയുള്ളൂ, പക്ഷേ ഇൻസൈഡ് വെറ്റായിരിക്കും. അപ്പോൾ ഇങ്കിനെന്ത് സംഭവിച്ചു? ഇങ്ക് അബ്സോർബ് ചെയ്യപ്പെട്ടു, പക്ഷേ വാട്ടർ അബ്സോർബ് ചെയ്യപ്പെട്ടു. പിന്നെ ചോക്ക് സ്റ്റിക്ക് ഇസ് ഡിപ്ഡ് ഇൻ ദ ഇങ്ക്. ദി സർഫസ് റീറ്റെയിൻസ് ദി കളർ ഓഫ് ദി ഇങ്ക് ഡ്യൂ ടു ദി അബ്സോർഷൻ ഓഫ് കളേർഡ് മോളിക്യൂൾ വൈൽ ദി സോൾവെൻറ്റ് ഓഫ് ദി ഇങ്ക് ഗോസ് ഡീപ്പർ ഇൻ ദ സ്റ്റിക്ക് ഡ്യൂ ടു അബ്സോർഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് മെക്കാനിസം ഓഫ് അഡ്സോർഷൻ. അപ്പോൾ adsorption arises due to the fact that the surface particles of the adsorbent are not in the same environment as particle inside the bulk. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ മെക്കാനിസം ഓഫ് അഡ്സോർഷനാണ് പറയുന്നത്. ഈ മെക്കാനിസം ഓഫ് അഡ്സോർഷനകത്ത് അതൊരു സർഫസ് ഫിനോമിനയാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മളൊരു ബൾക്കിലുള്ളൊരു പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ബൾക്കിലുള്ളൊരു പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ബൾക്കിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ ഡിറക്ഷനിലേക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. കേട്ടോ, എല്ലാ ഡിറക്ഷനിലേക്കും ഉണ്ട്. എല്ലാ ഡിറക്ഷനിലേക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഇവിടെ ഒരു ബൾക്കിലുള്ള ഒരു പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ ഈ ബൾക്കിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സെയിം എൻവിയോൺമെൻറ്റിലല്ല സർഫസിലിരിക്കുന്ന പാർട്ടിക്കിൾസ്. സർഫസിലൊരു പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. കണ്ടോ, ടോപ്പിലേക്കില്ല. അപ്പോൾ ഇവിടെ ഒരു അൺബാലൻസ്ഡ് അല്ലെങ്കിൽ റെസിഡ്യുവൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ പാർട്ടിക്കിൾസിൻ്റെ സെയിം കൈൻഡുള്ള ആറ്റംസോ മോളിക്യൂൾസോ അതിൻ്റെ ടോപ്പിലേക്കില്ല. അതുകൊണ്ട് ഇവിടെ ഒരു അൺബാലൻസ്ഡ് ഓർ റെസിഡ്യുവൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ അൺബാലൻസ്ഡ് ഓർ റെസിഡ്യുവൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്സോർഷൻ. അതുകൊണ്ടാണ് അഡ്സോർഷൻ ഒരു സർഫസ് ഫിനോമിനയാകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ എല്ലാ ഡിറക്ഷനിലേക്കും അട്രാക്റ്റീവ് ഫോഴ്സസ് കൊണ്ട് നെറ്റ് ബാലൻസ്ഡ് ഫോഴ്സ് 0 ആയിരിക്കും. ഇവിടെ നെറ്റ് ബാലൻസ്ഡ് ഫോഴ്സ് 0 അല്ല. ദർ ഈസ് സം unbalanced or residual attractive force act on these particles. This net unbalanced or residual attractive force is responsible for attracting the adsorbate particles on the surface. ഇനി ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അഡ്സോർഷനും ഇൻക്രീസ് ആവും. ഓക്കെ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ.
അപ്പോൾ നമ്മൾ പറയേണ്ട ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു. ബൾക്കിലുള്ളൊരു പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ബൾക്കിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സെയിം എൻവയോൺമെൻറ്റിലല്ല സർഫസിലുള്ള പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ബൾക്കിലുള്ള പാർട്ടിക്കിൾസിന് നെറ്റ് റെസിഡ്യൂവൽ ഫോഴ്സ് 0 ആയിരിക്കും. കാരണം അതിൻ്റെ എല്ലാ സൈഡിലേക്കും അട്രാക്റ്റീവ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ബൾക്കിലിരിക്കുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷേ സർഫസിലുള്ള പാർട്ടിക്കിൾസിന് അതിൻ്റെ എല്ലാ സൈഡിലേക്കും അതിൻ്റെ ദെയർ ഓൺ കൈൻഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് 0 അല്ല. അവിടെ ഒരു അൺബാലൻസ്ഡ് ഓർ റെസിഡ്യുവൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദീസ് അൺബാലൻസ്ഡ് ഓർ റെസിഡ്യുവൽ ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡ്സോർഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ആ ഫസ്റ്റ് പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. ഇനി സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ പറയാം. സെക്കൻഡ് പാരഗ്രാഫിൽ സെക്കൻഡ് പോയിന്റ് ഹീറ്റ് ഓഫ് അഡ്സോർഷൻ ആണ്. ഇനി എന്താണ് ഹീറ്റ് ഓഫ് അഡ്സോർഷൻ നോക്കാം. ഹീറ്റ് ഓഫ് അഡ്സോർഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം അഡ്സോർഷൻ ഈസ് എ സർഫസ് ഫിനോമിനയാണ്. അഡ്സോർഷൻ എന്താണ്? സർഫസ് ഫിനോമിനയാണ്. അപ്പോൾ സർഫസിലേക്കായിരിക്കും പാർട്ടിക്കിൾസ് വന്ന് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സർഫസിലേക്ക് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ദർ ഇസ് എ ഡിക്രീസ് ഇൻ റെസിഡ്യുവൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ റെസിഡ്യുവൽ ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഈ റെസിഡ്യുവൽ ഫോഴ്സ് ഡിക്രീസ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? റെസിഡ്യുവൽ ഫോഴ്സ് ഡിക്രീസ് ആവും. റെസിഡ്യുവൽ ഫോഴ്സ് ഡിക്രീസ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ സർഫസ് എനർജി ഡിക്രീസ് ആയി പോവും. സർഫസ് എനർജി ഡിക്രീസ് ആകും. ശരിക്കും മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. സർഫസ് എനർജി എന്ത് സംഭവിക്കും? സർഫസ് എനർജി ഡിക്രീസ് ആവും. സർഫസ് എനർജി ഡിക്രീസ് ആകുന്ന ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് ആയിരിക്കും. ഹീറ്റ് ഫോമിലായിരിക്കും സർഫസ് എനർജി ഡിക്രീസ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യും. ഹീറ്റ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്സോർഷൻ നടക്കുമ്പോൾ റെസിഡ്യുവൽ ഫോഴ്സ് ഡിക്രീസസ് ആകും, സർഫസ് എനർജി ഡിക്രീസസ് ആകും. സർഫസ് എനർജി ഡിക്രീസസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, സോ ഡെൽറ്റ എച്ച് ബിക്കം നെഗറ്റീവ്. സെക്കൻഡ് പോയിന്റ്, അഡ്സോർഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എൻട്രോപ്പി മീൻസ് ദാറ്റ് ഈസ് ഡിസോർഡർ ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഡിസോർഡർ കുറയും, എൻട്രോപ്പി ഡിക്രീസ് ആകും. എൻട്രോപ്പി ഡിക്രീസ് ആണെന്ന് വെച്ചാൽ മോളിക്യൂൾസ് കൂടുതൽ ഓർഡേർഡ് മാനറിലായിട്ട് മാറും. ഓർഡേർഡ് മാനറിലേക്ക് മോളിക്യൂൾസ് മാറുവാണ്. അങ്ങനെ ഓർഡേർഡ് മാനറിലേക്ക് മാറുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ആവും. എൻട്രോപ്പി നമുക്കറിയാം ഡിനോട്ട് ചെയ്യുന്ന ചേഞ്ച് ഇൻ എൻട്രോപ്പി, ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഡിക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവായി, ഡെൽറ്റ എസ് ഡിക്രീസായി, സോ ഡെൽറ്റ എസ് ബിക്കം നെഗറ്റീവായിട്ട് മാറി. അത് നമ്മൾ പഠിച്ചതാണ്. ഇനി ഗിബ്സ് എനർജി ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജി മസ്റ്റ് ബി നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എസ് നെഗറ്റീവ് ആണല്ലോ. ഡെൽറ്റ എസ് എന്താണെങ്കിലും നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? മൈനസ് ഡി ഡെൽറ്റ എസ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഡെൽറ്റ എച്ചിന് ഹൈ നെഗറ്റീവ് വാല്യൂ വരികയും, നെഗറ്റീവ് വാല്യൂ ഹൈ ആയിരിക്കണം. ഡെൽറ്റ എച്ചിന് ഹൈ നെഗറ്റീവ് വാല്യൂ വരികയും മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകുകയും ചെയ്താൽ ഡെൽറ്റ ജി എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. കറക്റ്റ് അല്ലേ? ഇപ്പം ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ -20 ആണ്, മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഡെൽറ്റ ജി -10 ആവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് ഹൈ നെഗറ്റീവ് വാല്യൂ വരികയും മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് വാല്യൂ വരികയും ചെയ്താൽ ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ റിയാക്ഷൻ എന്തായിട്ട് മാറും? സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. ഇനി ഈ ഡെൽറ്റ എച്ചിന് ഹൈ നെഗറ്റീവ് വാല്യൂ ആണല്ലോ, ഇത് ഡിക്രീസ് ചെയ്ത് ഈ ഹൈ നെഗറ്റീവ് വാല്യൂ ഡിക്രീസ് ചെയ്ത് നമ്മുടെ മൈനസ് ടി ഡെൽറ്റ എസിനോട് ഈക്വലായിട്ട് വരുന്ന കേസിൽ എന്ന് വെച്ചാൽ -10 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഡെൽറ്റ ജി ബിക്കം 0 ആയിട്ട് മാറും. ഡെൽറ്റ ജി ബിക്കം 0 എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം സ്റ്റേജ് എത്തി. അപ്പം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഓക്കെ, ഡെൽറ്റ എച്ച് ബിക്കം ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്. അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ബിക്കം ഈക്വൽ ടു ടി ഡെൽറ്റ എസ് ആൻഡ് ഡെൽറ്റ ജി ബിക്കം 0 അറ്റ് ദി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. അപ്പോൾ ഇതുപോലെ പറഞ്ഞ് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പഠിച്ചാൽ മതി. ഇവിടെ റെസിഡ്യുവൽ ഫോഴ്സ് 0 ആണ്. ഇവിടെ റെസിഡ്യുവൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്സോർഷൻ. അങ്ങനെ അങ്ങ് പറയുക. പിന്നെ അഡ്സോർഷൻ നടക്കുമ്പോൾ സർഫസ് എനർജി ഡിക്രീസ് ആവും. സർഫസ് എനർജി ഡിക്രീസ് ആകുമ്പോഴത്തേക്കും ഹീറ്റ് ഫോമിലാണ് അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് പ്രോസസ്സായിട്ട് മാറും. എക്സോതെർമിക് പ്രോസസ് മീൻസ് ഡെൽറ്റ എച്ച് നെഗറ്റീവായിട്ട് മാറും.
അപ്പോൾ അഡ്സോർഷൻ നടക്കുമ്പോഴത്തേക്ക് എൻട്രോപ്പി ഡിക്രീസ് ആവും. എൻട്രോപ്പി ഡിക്രീസ് ആകുമ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവായിട്ട് മാറും. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പോൾ മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവായിട്ട് മാറുകയും ഡെൽറ്റ ജി ഹൈ നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറുകയും കഴിഞ്ഞാൽ ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. ഡെൽറ്റ എച്ച് ഹൈ നെഗറ്റീവിൽ നിന്ന് സ്മോൾ നെഗറ്റീവിലേക്ക് വരികയും ടി ഡെൽറ്റ എസിനോട് ഈക്വലായിട്ട് വരികയും ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ ജി 0 ആയിട്ട് മാറും. നമ്മുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് അറ്റൈൻ ചെയ്തു വരും. ഓക്കെ, അപ്പം അത് അറ്റ് ദി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ മെക്കാനിസം ഓഫ് അഡ്സോർഷൻ പഠിക്കണം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് അഡ്സോർഷൻ ആണ് കിടക്കുന്നത്. ടൈപ്സ് ഓഫ് അഡ്സോർഷൻ എന്ന് പറയുമ്പം ദർ ആർ 2 ടൈപ്സ് ഓഫ് അഡ്സോർഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഫിസിക്കൽ അഡ്സോർഷൻ ഓർ ഫിസിസോർഷൻ. ഫിസിക്കൽ അഡ്സോർഷൻ ഓർ ഫിസോർഷൻ എന്ന് പറയുന്നത് ഇഫ് ദി അക്യുമുലേഷൻ ഓഫ് ഗ്യാസ് ഓൺ ദ സർഫസ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾ ഒക്വേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ്. വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് മൂലമാണ് അഡ്സോർഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ ആ അഡ്സോർഷൻ പറയുന്നതാണ് ഫിസിക്കൽ അഡ്സോർഷൻ ഓർ ഫിസോർഷൻ. ഇനി അതല്ല, ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ ഹെൽഡ് ടു ദ സോളിഡ് സർഫസ് ബൈ കെമിക്കൽ ബോണ്ടിങ് മൂലമാണ് നമ്മളതിനെ കെമിക്കൽ അഡ്സോർഷൻ ഓർ കെമിസോർഷൻ. ഫിസിക്കൽ അഡ്സോർഷൻ വാണ്ടർവാൾ ഫോഴ്സ് മൂലം, കെമിസോർഷൻ കെമിക്കൽ ബോണ്ടിങ് മൂലം. പിന്നെ കെമിക്കൽ ബോണ്ടിങ് മേ ബി കോവാലൻ്റ് അല്ലെങ്കിൽ അയോണിക് ആകാം. കെമിസോർഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഹൈ ആക്ടിവേഷൻ എനർജി വേണം, അതുകൊണ്ട് അതിന് ആക്ടിവേറ്റഡ് അഡ്സോർഷൻ എന്നും പറയാറുണ്ട്. ആക്ടിവേറ്റഡ് അഡ്സോർഷൻ. അപ്പോൾ കെമിസോർഷൻ ആക്ടിവേറ്റഡ് അഡ്സോർഷൻ ആണ് കെമിസോർഷൻ്റെ വേറൊരു നെയിം. കെമിസോർഷൻ ഇൻവോൾവ്സ് എ ഹൈ എനർജി ഓഫ് ആക്ടിവേഷൻ, ദർഫോർ ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ആക്ടിവേറ്റഡ് അഡ്സോർഷൻ. ചിലപ്പോൾ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫിസോർഷൻ വെച്ചിട്ടായിരിക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കെമിസോർഷനിലേക്ക് മാറാം. അങ്ങനെ സംഭവിക്കാറുണ്ട്. എ ഫിസിക്കൽ അഡ്സോർഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ മേ പാസ് ഇൻ ടു കെമിസോർഷൻ ആസ് ദി ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. എക്സാമ്പിൾ ഡൈഹൈഡ്രജൻ. ഡൈഹൈഡ്രജൻ ഈസ് ഫസ്റ്റ് അഡ്സോർബ്ഡ് ഓൺ ദി നിക്കൽ ബൈ വാണ്ടർവാൾ ഫോഴ്സസ് ആണ്. വാണ്ടർവാൾ ഫോഴ്സ് വെച്ചിട്ടാണ് ഫസ്റ്റ് അഡ്സോർബ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മോളിക്യൂൾസ് ഓഫ് ദി ഹൈഡ്രജൻ ദെൻ ഡിസോസിയേറ്റഡ് ടു ഫോം ഹൈഡ്രജൻ ആറ്റംസ് വിച്ച് ആർ ഹെൽഡ് ഓൺ ദ സർഫസ് ബൈ കെമിസോർഷൻ. പിന്നെ അത് കെമിസോർഷനായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് അഡ്സോർഷൻ. ഫിസോർഷൻ, കെമിസോർഷൻ, ആക്ടിവേറ്റഡ് അഡ്സോർഷൻ, പിന്നെ സ്റ്റാർട്ട് ചെയ്ത ഫിസോർഷൻ ഹൈ ടെമ്പറേച്ചർ വന്നപ്പോൾ അത് കെമിസോർഷനായിട്ട് മാറി. എക്സാമ്പിൾ ഡൈഹൈഡ്രജൻ. അത്രയും കാര്യങ്ങൾ അതിനകത്ത് നോക്കും. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസോർഷനാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസോർഷനും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിസോർഷനും ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പാരിസൺ ഓഫ് ഫിസോർഷൻ ആൻഡ് കെമിസോർഷൻ. അത് ആദ്യം അങ്ങോട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പോയിന്റുകളുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്നാൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ് കൂടെ നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഫിസോർഷൻ ഇറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് വാണ്ടർവാൾ ഫോഴ്സസ്. അറിയാലോ, ഇറ്റ് അറൈസസ് ഡ്യൂ ടു കെമിക്കൽ ബോണ്ടിങ്. ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. ഇത് വാണ്ടർവാൾ ഫോഴ്സസ് അല്ലേ. വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് മൂലം വാണ്ടർവാൾ ഫോഴ്സ് യൂണിവേഴ്സൽ ഫോഴ്സ്, അതുകൊണ്ട് ഒരു റിയാക്ഷനോടും അതൊരു സ്പെസിഫിക് നേച്ചർ ഇല്ല. ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ ആയിരിക്കും. ഇത് റിവേഴ്സിബിൾ ആണ്, ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദി ഗ്യാസ്. മോർ ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസ് ആർ അഡ്സോർബ്ഡ് റെഡിലി. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസസ് വിച്ച് ക്യാൻ റിയാക്ട് വിത്ത് അഡ്സോർബൻറ്റ് ഷോ കെമിസോർഷൻ. ഇവിടെ എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ ലോ ആയിരിക്കും, ഇവിടെ എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ ഹൈ ആയിരിക്കും. ഇവിടെ 20 to 40 കിലോ ജൂൾസ് ആണെങ്കിൽ ഇവിടെ 80 to 240 കിലോ ജൂൾസ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ അഡ്സോർഷൻ ആണ്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഇവിടെ ഹൈ ടെമ്പറേച്ചർ ഫേവറബിൾ ആണ്. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഇവിടെ പ്രത്യേകിച്ച് ആക്ടിവേഷൻ എനർജി വേണ്ട. ഇവിടെ നമുക്കറിയാലോ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സർഫസ് ഏരിയ. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ ആണ്. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി സർഫസ് ഏരിയ. ഇറ്റ് ടു ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു മൾട്ടിമോളിക്കുലാർ ലെയേഴ്സ് ഓൺ അഡ്സോർബൻറ്റ് സർഫസ് അണ്ടർ ഹൈ പ്രഷർ. ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു യൂണിമോളിക്കുലാർ ലെയർ. ഇവിടെ മൾട്ടിമോളിക്കുലാർ ലെയർ ആണെങ്കിൽ ഇവിടെ യൂണിമോളിക്കുലാർ ലെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പം അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ എടുത്തിടും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.